ഹായ്, എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റഷ്യയിലുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പേരെ റഷ്യൻ എയർപോർട്ടിൽ തടഞ്ഞു വെക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ വിസയിലാണ് അവർ വന്നത്. അപ്പം എന്നിട്ടും അവിടെ റഷ്യൻ എയർപോർട്ടിൽ തടഞ്ഞു വെക്കുകയുണ്ടായെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവരെ കയ്യിലുള്ള വിസയൊക്കെ ലീഗലായിട്ടുള്ള പ്രോപ്പർ വിസയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവരെ തടഞ്ഞു വെച്ചു, നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അവരെ കുറച്ച് 2-3 ദിവസം അവരിപ്പം മോസ്റ്റ് ഓഫ് ദ ഫ്ലൈറ്റ് വരുന്നത് ഷാർജ അല്ലെങ്കിൽ ദുബായ് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അവിടെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. കാരണം അവിടെ അബുദാബിയിലെ ഷാർജ എയർപോർട്ടിലൊക്കെ അവർക്ക് കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ നാട്ടിൽ തിരിച്ചെത്തുന്നത്. അതിനുശേഷം അവർ ട്വിറ്ററിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഒക്കെ ആയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുകയുണ്ടായി. അപ്പോൾ അത് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ എല്ലാവർക്കും മല്ലു റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ റഷ്യയിലെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഡോക്യുമെന്റേഷൻ ഡിലേ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിടുകയാണ്. അതിനുള്ള മുഖ്യ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് റഷ്യയിൽ കാട്ടിക്കൂട്ടുന്ന ചില ഇന്ത്യക്കാരുടെ സ്വഭാവമാണ്. എല്ലാ ഇന്ത്യക്കാരെയും പറയുന്നില്ല, ചില ഇന്ത്യക്കാർ ഇവിടെ വളരെ മോശമായിട്ടാണ് റഷ്യൻസിൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളും ഒരുപാട് ഇന്ത്യൻസിനൊക്കെ തിരിച്ചയക്കാൻ പോവാണ്. എല്ലാവരെയും കാനഡയിലൊക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഭൂരിഭാഗം മോസ്റ്റ് ഓഫ് ഒരു 50,000 പേരൊക്കെയാണ് നാട്ടിലേക്ക് തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ സ്വന്തം നാട്ടിലേക്ക്. അതുപോലെ ഒരുപാട് ഹാൻഡ് സ്ട്രൈക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് എയർപോർട്ടിൽ അവിടെ തടഞ്ഞു വെച്ചിട്ട് കാനഡ എയർപോർട്ടിലൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ടു കാണും. കാരണം ഇതിനുള്ള മെയിൻ കാരണം നമ്മൾ ഇന്ത്യൻസ് ഇവിടെ ചില ഇന്ത്യൻസ്, എല്ലാവരും പറയുന്നില്ല, ചില ഇന്ത്യൻസ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കാരണം തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യൻസിന് നേരിടേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി റഷ്യയിലുണ്ടായ കുറച്ച് സംഭവങ്ങൾ ഞാൻ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ മസാജ് പാർലറിൽ പോയിട്ട് ഒരു ഇന്ത്യൻസ് അവിടെ ഉണ്ടായ ഒരു മസാജ് ലേഡിയെ കയറിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് വലിയൊരു വിഷയമായി, ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നോർത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ, നോർത്ത് നിന്നും അതുപോലെ തന്നെ സൗത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള ചില ഇന്ത്യൻസ്, എല്ലാവരും അല്ല, ചില ഇന്ത്യൻസ് ഇവിടെ ഡാൻസും അതുപോലെ തന്നെ പാട്ടൊക്കെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പബ്ലിക് പ്ലേസുകളിൽ അവരെ ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസും കളിക്കുന്നുണ്ട്. അതൊക്കെ അവർ ഭയങ്കരമായിട്ട് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരെ ഒരു പാട്ടും ഡാൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ലൗഡായിട്ട് പാട്ടും ഡാൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരിലേക്ക് ഒരുപാട് റഷ്യൻസ് അട്രാക്റ്റീവ് ആകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം റഷ്യൻസിന് അങ്ങനെ ലൗഡായിട്ടുള്ള വളരെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. പിന്നെ അതുകൂടാതെ ഇങ്ങനെ നമ്മളിപ്പം ബസ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ വലിയ സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ആ ഫോണിലൂടെ സംസാരിക്കുക വലിയ സൗണ്ടില്ല, അതൊന്നും റഷ്യൻസിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം റഷ്യയിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ സ്ലോ ആയിട്ട് ലോ സൗണ്ടിൽ സംസാരിക്കുക. കാരണം വളരെ എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവരായിട്ട് ഭയങ്കര ലൗഡായിട്ട് നമ്മൾ സംസാരിച്ച് ചെയ്യുന്നത് റഷ്യൻസിന് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ വന്നതിന് ശേഷം ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ചില ഇന്ത്യൻസൊക്കെ ഇവിടെ വന്നിട്ട് മദ്യക്കുപ്പികളും ഇവരൊക്കെ എല്ലാ സാധനങ്ങളും, ഒരു കള്ളാസിൻ്റെ കഷ്ണം കണ്ടാൽ പോലും അത് എടുത്തിട്ട് അവിടെയുള്ള വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയി ഇടും. പക്ഷേ ഇന്ത്യൻസൊക്കെ ഇപ്പം അത് ഇന്ത്യയിൽ കാട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാൻ തുടങ്ങി. കാരണം ഇന്ത്യൻസ് ഒരുപാട് കയറി വരുന്നത് കാരണം ചില ഇന്ത്യൻസ് ഇവിടെ ഒരുപാട് കോപ്രായത്തരങ്ങളും പല ഇല്ലീഗൽ വിസയിലും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കാരണം തന്നെ ഇന്ത്യൻസിനോടുള്ള ഒരു മതിപ്പ് ചില ഇന്ത്യൻസ് ഇവിടെ കാണിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ചില ഇന്ത്യൻസിനോടുള്ള മതിപ്പ് റഷ്യയിൽ കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇന്ത്യൻസിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇന്ത്യൻസിനും അല്ല, ചില ഇന്ത്യൻസിന്. അപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ കാരണം ചില നല്ല മാന്യമായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് കുടുംബം നോക്കാമെന്ന് ആഗ്രഹിച്ച് വരുന്ന ചില നല്ല ഇന്ത്യൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്കൊക്കെ
പിന്നീട് അവരുടെ ഒരു ഭാവി തലമുറയൊക്കെ റഷ്യയിലോ അല്ലെങ്കിൽ മറ്റു യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പം നമ്മുടെ റഷ്യയിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു കാരണം നമ്മൾ തന്നെയാണെന്ന് പറയാം. ചില ആളുകൾ നമ്മളിൽപ്പെട്ട ചില ആളുകളാണ്. അപ്പോൾ നമ്മൾ നമ്മളതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യും. കാരണം ഇവർക്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും ഇവരുണ്ടാകുക. അതുപോലെ തന്നെ അവരെപ്പോഴും ഭൂരിഭാഗം റഷ്യക്കാരും വളരെ നല്ല നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അതിൽ ഉണ്ട് ഒരുപാട് ചില മോശം മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ എല്ലാ രാജ്യത്തും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ നിന്നല്ല, എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ഈജിപ്ത്, അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരിവിടെ കാട്ടിക്കൂട്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ കാരണം ഇന്ത്യൻസിനോടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഏഷ്യൻ വംശജരോടൊക്കെ യൂറോപ്യൻസിൻ്റെ ഇടയിലുള്ള ഒരു മതിപ്പ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊക്കെ കാരണം തന്നെയാണ് ചില ഇന്ത്യൻസിനൊക്കെ എയർപോർട്ടിൽ തടഞ്ഞു വെക്കുകയും നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻസി ഏതാണോ, ഏജൻ്റാണോ നിങ്ങളെ കൊണ്ടുവരുന്നത്, അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പക്ക എവിഡൻസ് അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം കൊണ്ടുവരുന്ന ഏജൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് റഷ്യ സംസാരിക്കാൻ അറിയില്ല. റഷ്യക്കാർ ഇവിടെ കൂടുതലും അവരെ ഓൺ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻസിനെ എന്തെങ്കിലും എയർപോർട്ടിൽ വിഷയം വരികയാണെങ്കിൽ ആ ഏജൻസി റഷ്യയിൽ നിന്നുള്ള കോൾ വരികയാണെങ്കിൽ അവർ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു പ്രോപ്പർ ആൻസർ കൊടുക്കാൻ പറ്റാതൊക്കെ കാരണം അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. നിങ്ങൾക്കത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഒരുപാട് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് എൻ്റെ യൂട്യൂബിൽ ഞാനത് വെക്കുന്നില്ല. കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്ന കാരണമാണ് ഞാൻ ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാതെ ഇരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂംസൊക്കെ കിട്ടാനായിട്ട് ഇന്ത്യൻസിന് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച പോലെ ഈസി അല്ല ഇന്ത്യൻസിനെ പല സ്ഥലത്തുനിന്നും. കാരണം എൻ്റെ അറിവിൽ തന്നെ ഞാൻ ഇല്ലത് പറയാം. ചില ഇന്ത്യൻസിനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് റൂം കയറ്റി കൊടുത്തു. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ആ റൂമിൻ്റെ ഓണറൊക്കെ ആയിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. കാരണം ഞാൻ അത്രയും കാലമായിട്ട് റഷ്യയിലുള്ള നമ്മുടെ ആ ഒരു ഇൻഫ്ലുവൻസും ഇതൊക്കെ വെച്ച് എനിക്ക് അത്രയും ആ വർഷങ്ങളായിട്ട് അറിയുന്ന ചില റൂം ഓണേഴ്സൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യൻസിനെ വേണ്ട എന്നാണ് അവർ പറയുന്നത്. വേണ്ട, ഇന്ത്യൻസിനെ ഇവിടെ വെക്കാൻ പറ്റില്ല. കാരണം അവിടെ റൂമിൽ നിന്നായാലും മറ്റു രാജ്യക്കാരൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ നിന്നൊക്കെ വലിയ സൗണ്ടിൽ സംസാരിക്കുക, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് മറ്റുള്ള രാജ്യക്കാർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ അവർ വൃത്തിയില്ലാതെ ഇരിക്കുക, പാൻ മസാലകളൊക്കെ ചവച്ച് അവിടെ തന്നെ തുപ്പുക. അതൊക്കെ കാരണം തന്നെ പല ഇന്ത്യൻസിനും പല പ്രശ്നങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എല്ലാവരും പറയുന്നില്ല, ചില ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ